ആഭ്യന്തര കലാപത്തിന്റെ നിഴലിലുള്ള ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെ അക്രമ സംഭവങ്ങൾ പെരുകിയതോടെ കടുത്ത ഭീതിയിലാണ് ഹിന്ദുക്കൾ. പ്രധാനമന്ത്രിയായിരുന്ന ഷെയ്ഖ് ഹസീന രാജ്യത്തിൽ നിന്ന് പലായനം ചെയ്തതിനു പിന്നാലെ തന്റെ കുടുംബം ആൾക്കൂട്ട ആക്രമണത്തിനിരയായി എന്നും കടകളും മറ്റും അടിച്ചു തകർത്തുവെന്നും ബംഗ്ലാദേശിലെ ഒരു ഹിന്ദു യുവാവ് പറഞ്ഞു. ഇപ്പോൾ ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾ ഉൾപ്പെടുന്ന ന്യൂനപക്ഷ സമുദായങ്ങൾ നേരിടുന്ന തുടർച്ചയായ അതിക്രമങ്ങളെ അപലപിച്ച് ബംഗ്ലാദേശ് ന്യൂനപക്ഷ സംരക്ഷണ ഫോറം കഴിഞ്ഞ ദിവസം അഗർത്തലയിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. അഗർത്തല പ്രസ് ക്ലബിൽ നിന്ന് ആരംഭിച്ച മാർച്ചിൽ മാധ്യമ പ്രവർത്തകർ, ക്ലബ് അംഗങ്ങൾ, വിവിധ സാമൂഹിക സാംസ്കാരിക സംഘടനകൾ, പൊതുജനങ്ങൾ എന്നിവർ പങ്കെടുത്തു. ഇവിടുത്തെ ഹിന്ദുക്കൾ എല്ലാം തന്നെ പേടിച്ചാണ് ഓരോ ദിവസവും കഴിയുന്നത്. ഒട്ടേറെ ഹിന്ദുക്കൾ അയൽ രാജ്യങ്ങളിലെ ബന്ധുക്കളുടെ അടുത്തേക്ക് പോകുന്ന ശ്രമം വരെ ഉണ്ടായി. അടുത്ത ഇടക്കാല സർക്കാർ വന്നതോടെ തങ്ങൾക്ക് സുരക്ഷ ഉറപ്പുവരുത്തുമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നിരന്തരം റാലികളും മറ്റും നടത്തിയിട്ടും ഇതുവരെയും ഹിന്ദുക്കൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾക്ക് ഒരറുതിയും വന്നിട്ടില്ല എന്നതാണ് നഗ്നമായ ഒരു സത്യം. ഹസീനയുടെ പാർട്ടിയായ ആം ആദ്മി ലീഗ് ഹിന്ദുക്കൾക്ക് ഉറച്ച പിന്തുണ നൽകിയിരുന്നു. എന്നാൽ ഭരണവിരുദ്ധ പ്രക്ഷോഭത്തെ തുടർന്ന് സർക്കാർ വീണതോടെ ഹിന്ദുക്കൾക്ക് നേരെ വ്യാപക ആക്രമണമുണ്ടായി. ഇപ്പോൾ ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള സമീപകാല സംഭവത്തിന്റെ പ്രതികരണമായിട്ടാണ് ബംഗ്ലാദേശ് ന്യൂനപക്ഷ സംരക്ഷണ ഫോറത്തിന്റെ ബാനറിൽ അതിന്റെ കീഴിൽ പ്രതിഷേധ റാലി സംഘടിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് ഭാരവാഹികൾ പറഞ്ഞത്. ഇത് തങ്ങളുടെ പ്രതിഷേധത്തിന്റെ ആദ്യഘട്ടം മാത്രമാണ് എന്നും ഗവർണർ മുഖേന പ്രധാനമന്ത്രിക്ക് ഒരു മെമ്മോറാണ്ടം അയക്കുമെന്നും മുതിർന്ന മാധ്യമ പ്രവർത്തകനായ പ്രണവ് സർക്കാർ പറഞ്ഞു. പ്രതിഷേധ യാത്ര നഗരത്തിലെ തെരുവുകളിലൂടെ സഞ്ചരിച്ച് അഗർത്തലയിലെ രവീന്ദ്ര ഭവന് മുന്നിൽ സമാപിച്ചു. പ്രസ് ക്ലബ് പ്രസിഡന്റ് ജയന്ത് ഭട്ടാചാര്യ, മുതിർന്ന പത്രപ്രവർത്തകരായ സുബൽ കുമാർ ഡേ, പ്രണവ് സർക്കാർ എന്നിവരും ചടങ്ങിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് മറ്റ് മാധ്യമപ്രവർത്തകരും ഉൾപ്പെടെയുള്ള പ്രമുഖർ പങ്കെടുത്തു. ബംഗ്ലാദേശ് സർക്കാരിൽ വന്ന മാറ്റങ്ങളെ തുടർന്ന് ന്യൂനപക്ഷങ്ങളായ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും ബുദ്ധമതക്കാർക്കും നേരെ വർദ്ധിച്ചു വരുന്ന ആക്രമണങ്ങളിൽ ആഴത്തിലുള്ള ആശങ്കയുണ്ട് എന്ന് അഗർത്തല പ്രസ് ക്ലബ് പ്രസിഡന്റായ ജയന്ത ഭട്ടാചാരി പറഞ്ഞു. ബംഗ്ലാദേശിലെ ഹിന്ദു സമൂഹത്തെ തകർക്കാൻ ബോധപൂർവമായ പദ്ധതികളുണ്ട് എന്ന് തോന്നുന്നു. ബംഗ്ലാദേശിലെ ഏറ്റവും വലിയ ന്യൂനപക്ഷം ഹിന്ദുക്കളാണ്. ന്യൂനപക്ഷങ്ങളുടെ ജീവനും അവകാശങ്ങളും സംരക്ഷിക്കാൻ സർക്കാർ നടപടി സ്വീകരിക്കണമെന്നും തങ്ങൾ ആവശ്യപ്പെടുന്നു. നിലവിലെ ബംഗ്ലാദേശ് സർക്കാരിന് തീവ്രവാദ സംഘടനകൾ ധനസഹായം നൽകുന്നുണ്ട് എന്നും മുസ്ലിം മത മൗലികവാദത്താൽ നയിക്കപ്പെടുന്ന ഹിന്ദു വിരുദ്ധ അജണ്ട അവർക്കുണ്ട് എന്ന് വിശ്വസിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. അതേസമയം 15 വർഷത്തെ ഭരണം അവസാനിപ്പിച്ച് ഷെയ്ഖ് ഹസീന കഴിഞ്ഞ ഓഗസ്റ്റ് 5-നാണ് രാജിവെച്ചത്. തുടർന്ന് രാജ്യവ്യാപകമായി നടന്ന അതിക്രമങ്ങളിൽ ഹിന്ദു കുടുംബങ്ങൾക്കും ക്ഷേത്രങ്ങൾക്കും വ്യാപാര സ്ഥാപനങ്ങൾക്കും നേരെ നിരവധി ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നീട് നൊബേൽ സമ്മാന ജേതാവായ മുഹമ്മദ് യൂനുസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാർ ഓഗസ്റ്റ് 8-ന് അധികാരം ഏറ്റെടുത്തെങ്കിലും രാജ്യത്തെ ക്രമസമാധാന നില പൂർണ്ണമായും തകർന്നിരുന്നു. ജനങ്ങളെ സംരക്ഷിക്കാൻ പോലീസുകാരില്ലാത്ത അവസ്ഥയിൽ വിദ്യാർത്ഥികളാണ് ട്രാഫിക് അടക്കമുള്ള കാര്യങ്ങളിൽ നിയമപാലകരായത്. സാഹചര്യം ഗുരുതരമായതോടെ ന്യൂനപക്ഷ സമുദായങ്ങളുടെ നേതാക്കൾ ഓഗസ്റ്റ് 13-ന് യൂനുസിനെ കാണുകയും അവരുടെ വീടുകളിൽ വ്യാപാര സ്ഥാപനങ്ങൾ, ക്ഷേത്രങ്ങൾ എന്നിവയ്ക്കെതിരായ ആക്രമണങ്ങളെക്കുറിച്ചുള്ള ആശങ്കകൾ ഉന്നയിച്ചു. ഇതിനു പുറമെ ന്യൂനപക്ഷങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യൂനുസിനോട് ആഹ്വാനം ചെയ്യുകയും സ്വതന്ത്രദിന പ്രസംഗത്തിൽ ഹിന്ദുക്കളുടെ സുരക്ഷയെക്കുറിച്ച് ആശങ്ക പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.